ഒരു വാഹനാപകടം, 2 അറസ്റ്റ്. ഒരു അറസ്റ്റ് വാഹനാപകടം സൃഷ്ടിച്ച ആളെ തന്നെയാണ്. മറ്റൊരാൾ ഒരു ഗ്യാരേജ് നടത്തിപ്പുകാരനാണ്. സംഭവം ഇതാണ്: ദുബൈയിൽ ഒരു റോട്ടിൽ ഒരു വലിയ അപകടമുണ്ടാക്കുന്നു. അപകടം സംഭവിച്ചയാൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു. പക്ഷേ ഈ അപകടമുണ്ടാക്കിയ ആൾ അവിടെ വാഹനം നിർത്താതെ, ഒരു ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാൻ ശ്രമിക്കാതെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം ഈ വാഹനം ഒരു ഗ്യാരേജിൽ എത്തിക്കുന്നു അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി. പക്ഷെ ആ ഗ്യാരേജ് ഉടമ ഒരു അതോറിറ്റിയുടെയും അനുമതി ഇല്ലാതെ തന്നെ ആ വാഹനം ശരിയാക്കി നൽകുന്നു. ഇതിനാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. ഒരു സീരിയസ് അപകടം ഉണ്ടാക്കി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതിന്റെ പേരിലാണ് ഈ അപകടം ഉണ്ടാക്കിയ ആളെയും അറസ്റ്റ് ചെയ്തത്. ഇവിടെ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ്. ഒരു അപകടം ഉണ്ടായാൽ നിർബന്ധമായും 3 മണിക്കൂറിനുള്ളിലെങ്കിലും അതോറിറ്റിയെ ഈ വിവരം അറിയിച്ചിരിക്കണം എന്നാണ് പുതിയ വ്യവസ്ഥ. കൂടാതെ ഗ്യാരേജിലോ മറ്റോ ഒരു അപകടമുണ്ടായ വാഹനം എത്തിയാൽ അതിന്റെ നിയമവശങ്ങൾ നോക്കി ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിന്നുള്ള പേപ്പറുകളെല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ആ വാഹനം നന്നാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ മറ്റു കേടുപാടുകൾ തീർത്തു കൊടുക്കാൻ പാടുള്ളൂ എന്നും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ദുബൈ കോടതി.